guys, welcome back to my YouTube channel. It's me Aishwarya here on Aishwarya Mansi. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലെഹങ്കേനെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മള് എല്ലാവരും ഉപയോഗിക്കാൻ ഇപ്പൊ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സാണ് ലെഹങ്ക എന്ന് പറയുന്നത്. കാരണം മിക്ക ആൾക്കാരും എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ആയാലും അല്ലെങ്കിൽ സംഗീത്, മെഹന്തി, ഹൽദി എന്നീ ഫംഗ്ഷനുകളിൽ ഇപ്പൊ ലെഹങ്കയാണ് മെയിൻ ആയിട്ട് പ്രിഫർ ചെയ്യുക അല്ലെ. പക്ഷെ എന്ത് ലെഹങ്ക വാങ്ങണം, ഏത് കളറാണ് നമുക്ക് സ്യൂട്ട് ആവുക, എങ്ങനത്തെ നെക്കായിരിക്കും ലെഹങ്കയ്ക്ക് ഭംഗി, പിന്നെ എങ്ങനെയായിരിക്കും ലെഹങ്കയുടെ ഷോൾ ഇടേണ്ടത്, അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വൈകിക്കേണ്ട നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ ലെഹങ്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ കളർ. നമ്മളെല്ലാവരും പിൻട്രസ്റ്റ്, അതുപോലെ ഗൂഗിൾ, ഇൻസ്റ്റ, അതുപോലെ തന്നെ വലിയ വലിയ ആക്ട്രസ്, ഇൻഫ്ലുവൻസേഴ്സ് അവരെയൊക്കെ നോക്കിയിട്ടാണ് അവരുടെയൊക്കെ വെഡിങ്ങിന് എന്ത് തരം ലെഹങ്കയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നമുക്കുള്ള ലെഹങ്കേനെ പറ്റി ഒരു ഡ്രീം ഉണ്ടാക്കുക അല്ലെ. പക്ഷെ ആ ഡ്രീമി ലെഹങ്ക നിങ്ങൾക്ക് എത്രമാത്രം സ്യൂട്ട് ആവുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും വേറൊരാളുടെ ശരീരത്തിന് ചേരുന്ന ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ സ്യൂട്ട് ആയെന്ന് വരില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും അവർക്ക് കിട്ടിയ അത്രയും ഭംഗി നിങ്ങളുടെ ഡ്രസ്സ് അതേ ഡ്രസ്സ് നിങ്ങൾ ധരിക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മാച്ച് ആവുന്ന, നിങ്ങൾക്ക് ചേരുന്ന ഡ്രസ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഭംഗിയാവുന്ന തരത്തിൽ മനോഹരമാക്കുന്ന, നിങ്ങളെ മനോഹരമാക്കുന്ന തരത്തിലുള്ള ലെഹങ്ക സെലക്ട് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് കളർ. നിങ്ങൾ ഒരു ലെഹങ്ക വാങ്ങുകയാണ്, അപ്പൊ ഒരു ആക്ട്രസ് ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഇട്ട് വന്നു. ഹായ്, ആ ആക്ട്രസിന് അത് നല്ല ഭംഗിയുണ്ട്, നിങ്ങൾക്ക് അത് ചേർന്നു എന്ന് വരില്ല. അപ്പൊ പേസ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചേരുന്ന തരം പേസ്റ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഏറ്റവും നന്നായി ചേരുന്ന ഒരു പേസ്റ്റൽ കളറാണ്, എല്ലാവർക്കും ചേരുന്ന ഒരു പേസ്റ്റൽ കളറാണ് ലാവൻഡർ ഷെയ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. ലാവൻഡർ ഷെയ്ഡ് നല്ല നല്ല ഫെയർ സ്കിന്നുകാർക്കും അതേപോലെ തന്നെ ഒരു ഡസ്കി ബ്രൗണിഷ് സ്കിന്നുകാർക്കും അതേപോലെ തന്നെ ഇരുനിറക്കാർക്ക് എല്ലാ സ്കിൻ, ഒരു ഗോതമ്പ് സ്കിൻ എന്നൊക്കെ പറയും, നമ്മൾ വീറ്റ് സ്കിൻ എന്നൊക്കെ പറയും, അങ്ങനെയുള്ളവർക്കൊക്കെ ചേരുന്ന ഒരു കളറാണ് പേർപ്പിൾ കളർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഷെയ്ഡ് എടുത്താൽ എല്ലാവർക്കും അത് മാച്ച് ആവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പേസ്റ്റേഴ്സ് എടുക്കണമെന്ന് വെച്ചാൽ ലാവൻഡർ ഷെയ്ഡ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് എല്ലാ കളറുകാർക്കും, അതായത് എല്ലാവർക്കും നന്നായി ചേരും കേട്ടോ. പിന്നെ നിങ്ങൾ നന്നായി ഫെയർ സ്കിൻ ആണെന്ന് വെക്കുക, നല്ല ഫെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓറഞ്ചിന്റെ ലൈറ്റ് ഷെയ്ഡ്സ് നല്ല രസമുണ്ടാവും. ഓറഞ്ചിന്റെ ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ നന്നായി ക്രീമിഷ് അല്ലതാ. ഇപ്പൊ ഈ മോയ്സ്ചറൈസറിന്റെ കളർ ഒരു ഓറഞ്ച് ആണല്ലേ, ഇതിന്റെ ലൈറ്റർ വേർഷൻസ് നിങ്ങൾക്ക് നല്ല ചേരും, നന്നായിട്ട് ചേരും. ഇനി നിങ്ങൾ ഇത്തിരി ഡസ്കി അല്ലെങ്കിൽ ബ്രൗണിഷ് സ്കിൻകാരാണ് നിൽക്കുന്നത്, അതായത് ഒരു ഇരുനിറക്കാരാണ്, ആ ഒരു ഷെയ്ഡിൽ പോകുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് റെഡ് കളർ നന്നായി ചേരും. അതേപോലെ തന്നെ ഗ്രീൻ, നല്ല നല്ല ഗ്രീൻ കളർ ഉണ്ടല്ലോ, ബോട്ടിൽ ഗ്രീൻ, അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ചേരും. പേസ്റ്റേഴ്സിനെ കാട്ടും നിങ്ങൾക്ക് സോളിഡ് കളേഴ്സ് ഇല്ലേ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ചേരുക. റെഡ്, ഗ്രീൻ, അതേപോലെ തന്നെ ബ്ലൂ ഷെയ്ഡ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അതായത് കരിനീലല്ല, ഒരു ഹാപ്പി ബ്ലൂ എന്നൊക്കെ പറയില്ലേ, നല്ല നേവി ബ്ലൂ കളറൊക്കെ നിങ്ങൾക്ക് നന്നായി ചേരുന്ന കളറാണ് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ നല്ല ഫെയർ ആണെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റേഴ്സ് ഉപയോഗിക്കാം. പേസ്റ്റേഴ്സ് ആയാലും നിങ്ങൾക്ക് ബ്രൈറ്റ് ഷെയ്ഡ് ഓഫ് പേസ്റ്റേഴ്സിനെക്കാട്ടും ഇത്തിരി കൂടി ഡൾ ഷെയ്ഡ് ഓഫ് പേസ്റ്റലായിരിക്കും നന്നാവുക. അതായത് നല്ല ഓറഞ്ച് ഇപ്പൊ ബ്രൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ലൈറ്റ് ഷെയ്ഡ്. അതേപോലെ തന്നെ ഇപ്പൊ ഗ്രീൻ ആണെങ്കിൽ അതിന്റെ ലൈറ്റ് ഷെയ്ഡ്, സ്കൈ ബ്ലൂ ആണെങ്കിൽ അതിന്റെ ലൈറ്റ് ഷെയ്ഡ്, അങ്ങനെ എല്ലാത്തിന്റെയും ലൈറ്റ് ഷെയ്ഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ടാവും ലെഹങ്ക. അതേപോലെ തന്നെ ഇരുനിറക്കാർക്ക് ചേരുന്ന വേറെ ലൈറ്റ് ഷെയ്ഡുകളാണ് ചെറുപയർ പച്ച അല്ലെങ്കിൽ ചാണകം പച്ച എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഈ ഇരുനിറക്കാർക്ക് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ കളർ ഷെയ്ഡിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എല്ലാവർക്കും ചേരുന്ന കളറാണ് ഞാൻ പറഞ്ഞത് ലാവൻഡർ, അതേപോലെ തന്നെയുള്ള ഷെയ്ഡാണ് റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇത് മിക്കവർക്കും ചേരുന്ന കളർ ഷെയ്ഡാണ്. അതേപോലെ തന്നെ വയലറ്റ് കളർ ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ ഇട്ട ഒരു വയലറ്റ് അല്ലെങ്കിൽ മുന്തിരി കളർ എന്നൊക്കെ പറയില്ലേ, അതും എല്ലാ സ്കിൻ ടോണുകാർക്കും, അതായത് എല്ലാ നിറക്കാർക്കും ചേരുന്ന കളർ ഷെയ്ഡാണ്. ഇനി നമുക്ക് കളറിനെ പറ്റി കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ നെക്കിനെ പറ്റിയിട്ടാണ്. നമ്മൾ ലെഹങ്ക എന്ന് പറയുന്നത് ഒരിക്കലും ബോട്ട് നെക്ക് അല്ലെങ്കിൽ കോളർ നെക്ക് വെച്ചാൽ നിങ്ങൾക്ക് ഒട്ടും ഭംഗി ഉണ്ടാവില്ല. കാരണം ലെഹങ്ക എന്ന് പറഞ്ഞാൽ ഇത്തിരി
വിസിബിൾ ആവുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. നിങ്ങൾ പിക്ചേഴ്സിൽ നോക്കിയാൽ അത് കാണാം. അധികം സ്ലീവ്ലെസ് ആയിട്ട് അതിന് കഴുത്ത് വൈഡ് ആയിട്ടുള്ള നെക്കാണ് നിങ്ങൾ അതിൽ കാണാനായിട്ട് പറ്റുക. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരിക്കലും ബോട്ട് നെക്കാനി കോളർ നെക്കാനി ഹൈനെക്ക് ഒന്നും കൊണ്ട് വെക്കരുത്, ഒട്ടും ചേരില്ല. നിങ്ങൾ ലെഹങ്ക ഉപയോഗിക്കുകയാണെങ്കിൽ, ലെഹങ്ക തയ്ക്കാൻ അല്ലെങ്കിൽ എടുക്കാനായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അതിനൊരു വൈഡ് നെക്ക് ചൂസ് ചെയ്യുക. ഏറ്റവും നല്ല വി നെക്കാണ്. പിന്നെ സ്വീറ്റ് ഹാർട്ട് നെക്ക് എന്ന് പറയട്ടെ, ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്നത്, അങ്ങനത്തെ നെക്കാണ് യൂസ് ചെയ്യാൻ നല്ലത്. പിന്നെ ഇത്തിരി ക്ലീവേജ് കാണിക്കാൻ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. കാരണം അത് അത്ര ഭംഗിയുണ്ടാവും. നിങ്ങൾക്ക് ഫോട്ടോസിലായാലും നല്ല വൈഡർ നെക്ക് ലെഹങ്കാസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഭംഗി തരാം കേട്ടോ. ഇനി നെക്കിനെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ റൗണ്ട് നെക്കും കുഴപ്പമില്ല കേട്ടോ, റൗണ്ട് നെക്കും പോവാം. പക്ഷെ ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുക, അതിന് ഏറ്റവും കൂടുതൽ ഞാൻ പറയുക, സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വി നെക്കിനും സ്വീറ്റ് ഹാർട്ട് നെക്കിനും ആയിരിക്കും. നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കും, നല്ല ഭംഗി ഉണ്ടാവും, ഫോട്ടോസിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് സ്ലീവിനെ പറ്റിയിട്ടാണ് കേട്ടോ. നിങ്ങൾ നല്ല മെലിഞ്ഞിട്ടാണ്, ഒരുപാട് ഭയങ്കര മെലിഞ്ഞിട്ടാണ് നിങ്ങൾ വെയിറ്റ് ഗെയിനൊക്കെ ശ്രമിക്കുന്ന ഒരു ടീം ആൾക്കാരുടെ സെറ്റിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ്ലെസ് നല്ല ഭംഗിയുണ്ടാവും. സ്ലീവ്ലെസ് തയ്ക്കുക, അതും കുഞ്ഞേ സ്ട്രാപ്പില്ലേ. നിങ്ങൾ ഇത്ര സ്ലീവിന്റെ ഒന്നും തയ്ക്കരുത്, ഇത്തിരി കുഞ്ഞേ സ്ട്രാപ്പ് എന്ന് പറയില്ലേ, അങ്ങനത്തെ സ്ട്രാപ്പിന്റെ ലെഹങ്ക തയ്ച്ച് നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ടാവും. ഇത്ര തയ്ച്ച് നിങ്ങളുടെ കൈ ഭയങ്കര ചെറുത് തോന്നും കേട്ടോ. ഇത്ര കുഞ്ഞി സ്ട്രാപ്പിന്റെ തയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ സ്കിന്നും വിസിബിൾ ആവും, നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ കൈ എന്ന് പറയുമ്പോൾ ഇത്രയ്ക്കുള്ള കൈ നിങ്ങൾക്ക് നന്നായി ചേരും കേട്ടോ. ഇനി നിങ്ങൾ നല്ല തടിയുള്ള, നിങ്ങളുടെ എല്ലാവരും തടി ഉണ്ടാവണമെന്നില്ല, പക്ഷെ ചിലർക്ക് കൈ നല്ല തടി വരും കേട്ടോ, ഭാഗത്തായിട്ട് നല്ല തടി വരും. അങ്ങനെയുള്ളവർക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു ടൈപ്പ് സ്ലീവ് ആണ്. ഒന്നെങ്കിൽ ഫുൾ കൈ വെക്കുക, അല്ലെങ്കിൽ ഇവിടെ വരെ എൽബോ സ്ലീവ് വെക്കുക. നിങ്ങൾ ഒരിക്കലും ഇവിടെ വരെയുള്ള സ്ലീവ് വെക്കരുത്. അതായത് സ്ലീവ്ലെസ് നിങ്ങൾ ഇടരുത്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ പതഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് സ്ലീവ്ലെസ് ഇട്ടാൽ ഭംഗി ഉണ്ടാവില്ല, നിങ്ങൾക്ക് കൈ തടി തോന്നും കേട്ടോ. ഇവിടെ കൈ മാത്രം തടിയുള്ളവർ കുറേ പേരുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഇടുമ്പോൾ ഭംഗി കിട്ടാനായിട്ട് എൽബോ സ്ലീവ് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ടാവും. ഇത് നിങ്ങൾ ഒരു ഇടത്തരം വണ്ണുള്ളവരാണ് എങ്കിൽ നിങ്ങൾ കൈ വണ്ണുണ്ടോ ചോദിച്ചാൽ വണ്ണുണ്ട്, പക്ഷെ വണ്ണല്ലേ ചോദിച്ചാൽ വണ്ണല്ലേ, ആ ഒരു ടൈപ്പ് കാറ്റഗറി ഉണ്ടല്ലോ, ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നവര്. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലത് ഇവിടെ അവസാനിക്കണം, അതായത് ഇത്തിരി വീതിയുള്ള കൈയുള്ള സ്ലീവ് വെച്ച് നല്ല ഭംഗിയുണ്ടാവും. സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ, 1 ഇഞ്ച് ആ ഒരു ഇതുണ്ടാവുള്ളൂ. പക്ഷെ ഇത്ര, അതായത് കൃത്യ ഈ ബോൾ ഉണ്ടല്ലോ, ഈ ഷോൾഡർ ബോൾ, അതിന്റെ തൊട്ട് മുമ്പിലായിട്ട് നിൽക്കണ ഇത്ര വീതിക്ക് ഒരു കൈ തയ്ച്ച നല്ല രസം ഉണ്ടാവും. അവർക്കും ഈ എൽബോ സ്ലീവ് ആയാലും ഫുൾ സ്ലീവ് ആയാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ സ്ലീവിനെ പറ്റിയുള്ള ഡൗട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഡൗട്ടാണ് ഈ ഇറക്കം, ബോട്ടും ടോപ്പും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ബോട്ടും ടോപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. നമ്മൾ പിക്ചേഴ്സിലൊക്കെ നോക്കിയാൽ കാണാം, നമ്മുടെ ബെല്ലി ബട്ടൺ, അതായത് പൊക്കിള് കാണുന്ന ആ പൊക്കിള് കാണിക്കുന്ന തരത്തിലാണ് ലെഹങ്കാസ് അവരിടുക. അവര് നോർത്ത് ഇന്ത്യൻസ് അധികം അങ്ങനത്തെ ഇടും, അല്ലെങ്കിൽ ആക്ടേഴ്സോ ഇൻഫ്ലുവൻസോ ഒക്കെ അങ്ങനത്തെ ഇടാൻ അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അതിടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇഷ്ടമുള്ളവർക്ക് ഇടാൻ അത് നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ അത് ഭംഗിയായിട്ടും പക്ഷെ ഇത്തിരി മറച്ചു പിടിച്ചതൊക്കെ പറയില്ലേ, അതേപോലെ ഇടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ബ്ലൗസും അതേപോലെ തന്നെ പാവാടയും തമ്മിൽ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് വേണം. എന്നാലാണ് നിങ്ങൾ ലെഹങ്ക ഇടുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഇത്ര വരെ ബ്ലൗസ് ഇട്ടു, അതിന് തൊട്ട് താഴെ ഞാൻ പാവാട ഇട്ടു നിൽക്കാം. അപ്പൊ എന്താ, ഞാൻ ഇട്ടത് ഗൗണാന്ന് തോന്നില്ലേ? മനസ്സിലായോ? നമുക്ക് കാണുമ്പോൾ ഒരു ഫീല് വരുന്നത് ഇട്ടേക്കുന്നത് ലെഹങ്കയാണ്. അപ്പൊ എന്തായാലും ഇവിടെ വരെ ടോപ്പ് വെച്ചാൽ ഇവിടുന്നേ പാവാട സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ, സ്കേർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ആ ലെഹങ്ക നല്ല ഭംഗിയിൽ കിടക്കുള്ളൂ. അതായത് പുറമേന്ന് കാണുന്ന ഒരു തേർഡ് പേഴ്സണിന് അത് ഈ ലെഹങ്ക ഈ കുട്ടിക്ക് അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ലെഹങ്കയും ബ്ലൗസും തമ്മിൽ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഗ്യാപ്പ് എങ്കിലും നിങ്ങൾ മിനിമം കൊടുത്തിരിക്കണം. പാവാട ഉണ്ടല്ലോ, ഹൈ വേസ്റ്റ് പാവാട തയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. ലോ വേസ്റ്റ് തയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ വയറ് കാണും, പൊക്കിൾ കാണും, മറ്റേതാണോ മറിച്ചതാണോ എന്നുള്ള ഡൗട്ട് വരിക. പക്ഷെ നിങ്ങൾ ഹൈ വേസ്റ്റ് പാവാട തയ്ച്ച് നമുക്ക് വയറ് ചാടിയിട്ടുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വയറ് ചാടിയതായിട്ട് അറിയില്ല കേട്ടോ.
അങ്ങനെ ഒരു ഗുണം കൂടി ഹൈ വേസ്റ്റ് പാവാടയ്ക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഹൈ വേസ്റ്റ് പാവാട തയ്ക്കുക, അതുപോലെ ബ്ലൗസും ഇറക്കം കുറയ്ക്കുക. എന്നിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത്ര ഗ്യാപ്പിന് നമ്മൾ പാവാട ഇടാട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമന്റ് ഇടാട്ടോ, ഞാൻ പറഞ്ഞുതരാട്ടോ. നെക്സ്റ്റ് ഒരു ഡൗട്ടാണ്, പ്രിന്റഡ് ലെഹങ്കാസ് ആണോ അതോ പ്ലെയിൻ ലെഹങ്കാസ് ആണോ നല്ലതെന്ന്. പ്രിന്റഡ് എന്ന് പറയുമ്പോൾ വലിയ വലിയ പ്രിന്റ് വരുന്നതുണ്ടല്ലോ, അങ്ങനത്തെ ലെഹങ്കാസ് ഇത്തിരി ഹൈറ്റ് ഉള്ളവർക്ക് നല്ല ഭംഗിയുണ്ടാവും. അതായത് 5.3 ഫീറ്റ് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ വലിയ പ്രിന്റ് ഉള്ളത് ഭംഗിയുണ്ടാവും. പക്ഷെ നിങ്ങൾ അധികം ഹൈറ്റ് ഒന്നുമില്ല, ഇത്തിരി ഷോർട്ട് ഗേൾ ടൈപ്പ് ആണ്, 5.3 അടിയേക്കാൾ കുറവാണ് നിങ്ങളുടെ ഹൈറ്റ് എങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് അല്ലാതെ കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള, പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സോളിഡ് കളേഴ്സ് ആയിട്ടുള്ള പ്രിന്റ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് ലെഹങ്കാസ് ആയിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഡൗട്ട് ആണ് ജ്വല്ലറീസ്. ജ്വല്ലറീസ് എന്ന് പറഞ്ഞാൽ ലെഹങ്കയ്ക്ക് ഒരിക്കലും നിങ്ങൾ കേരള മോഡൽ ജ്വല്ലറി, അല്ലെങ്കിൽ നഗാസ് പോലത്തെ തമിഴ്നാട് ടൈപ്പ് ഓഫ് ജ്വല്ലറീസ് ഒന്നും സെലക്ട് ചെയ്യരുത്. നിങ്ങൾ ലെഹങ്ക എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻ കൾച്ചർ ആണ് നോക്കേണ്ടത്. അവിടെ അധികം കുന്തൻ അല്ലെങ്കിൽ പേൾ ജ്വല്ലറീസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇയറിങ്സിലോട്ട് വരാം. ഇയറിങ്സ് നമ്മുടെ ടൈപ്പ് ജുംക അതൊന്നും ഇതിന് മാച്ച് ഉണ്ടാവില്ല. മാച്ച് ഉണ്ടാവും, എന്നാലും കൂടുതൽ ചേരിയതിന് ചാന്ദ്ബാലി ടൈപ്പ് ഓഫ് ഇയറിങ്സ് ആണ് കേട്ടോ. ചാന്ദ്ബാലി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചന്ദ്രക്കല പോലെ നല്ല ഭംഗിയുള്ള ഗ്രാൻഡ് ആയിട്ട് അടിക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇയറിംഗ് ആണ്. അപ്പൊ ലെഹങ്കയ്ക്ക് ഏറ്റവും ഭംഗി ഉണ്ടാവുന്ന ചാന്ദ്ബാലി ടൈപ്പ് ഓഫ് ഇയറിങ്സ് ആണ്. നിങ്ങൾ ഒരിക്കലും ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് വാങ്ങി ലെഹങ്കയുടെ ഒപ്പം പെയർ ചെയ്യരുത്, അത് അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ചാന്ദ്ബാലീസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഇയറിംഗ് ഫോർ ലെഹങ്ക. ഇനി നമ്മൾ നെക്ക് പീസിലോട്ട് വരാം. നെക്ക് പീസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ചോക്കേഴ്സ് ആയിരിക്കും ഏറ്റവും ഭംഗി. ഒരിക്കലും ലെങ്ത് ഉള്ള ഒരു ചെയിൻ ഉപയോഗിച്ചിട്ടൊന്നും ലെഹങ്കയ്ക്ക് പെയർ ചെയ്യരുത്, അത് ഒട്ടും തന്നെ മാച്ച് ആവില്ല, ഭയങ്കര വിയേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു ചോക്കർ യൂസ് ചെയ്യുക. ചോക്കർ പറഞ്ഞ പോലെ തന്നെ കുന്തൻ ചോക്കേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പേൾ ചോക്കേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ AD സ്റ്റോൺസ് വെച്ചിട്ടുള്ള ചോക്കേഴ്സ് യൂസ് ചെയ്യുക. AD സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ സ്റ്റോൺസ് ആണ്, പക്ഷെ അതിനെക്കാട്ടും ഭംഗി ഉണ്ടാവുക കുന്തൻ ടൈപ്പ് ഓഫ് നെക്ലേസ് പീസ് ആയിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ബാംഗിൾസ്. നോർത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ 2-3 ഡസൻ ആണ് ഒരു കൈമ മാത്രം ഇടും കേട്ടോ. നമ്മളെ പോലെ ഒരു ഡസൻ ഇവിടെ ഒരു ഡസൻ ഇവിടെ അല്ല. അത് കാരണം ലെഹങ്കയ്ക്ക് അധികം അവർ സ്ലീവ്ലെസ് വെക്കുക, അപ്പൊ കൈ നിറച്ച് കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ 2 ഡസനെങ്കിലും നിങ്ങൾ ഒരു കൈമ ഇടുക, എന്നാലാണ് ഭംഗി ഉണ്ടാവുക. അതുപോലെ ലെഹങ്കയ്ക്ക് അധികം പ്ലെയിൻ വളകൾ, ഇപ്പൊ നിങ്ങളുടെ ഒരു റെഡ് ലെഹങ്കയാണെങ്കിൽ റെഡ് വള ഇടുക, അല്ലെങ്കിൽ അതിന് കോമ്പിനേഷൻ കൊടുക്കുന്ന ടൈപ്പ് ഗോൾഡൻ വള, ഗോൾഡന്റെ ഒരു സെറ്റ് തന്നെ നമുക്ക് മീഷോ അങ്ങനത്തെ ആപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പൊ അതിടുക. അതിന് കോംപ്ലിമെന്ററി കളേഴ്സ്, അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറിൽ വരുന്ന ബാംഗിൾസ് ഒരു 2 ഡസൻ ഒരു കൈമിടുക. പിന്നെ ഇപ്പുറത്തെ കൈ ഒഴിഞ്ഞു കിടക്കുക, അപ്പോ ഇതിന് ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് റിങ്സ്, ഒരു കൂന്തലിന്റെ കഴിഞ്ഞ് അങ്ങനത്തെ പേളിന്റെ ഒക്കെ നല്ല ഒരു സ്റ്റേറ്റ്മെന്റ് റിങ് ആണ് ഇവര് ഇപ്പുറത്തെ കൈമ ഉപയോഗിക്കുക. അപ്പോ ഇത് നിറച്ച് നിൽക്കും, ഈ കൈ നിറഞ്ഞു നിൽക്കും, ഈ കൈ പക്ഷെ ഒട്ടും തന്നെ കുറഞ്ഞു പോവാണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അല്ലാണ്ട് 2 കൈമേ 2 ഡസൻ വെച്ച് ഇടരുത്, അതും ഭയങ്കര വിയേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇനി നെക്സ്റ്റ് ആണ് ഫുഡ് വിയേഴ്സ്. ഓക്കെ, ഫുഡ് വിയർ നമ്മൾ എന്ത് ഇടണം എന്ന് ഭയങ്കര ഡൗട്ടാണ് അല്ലെ. ഇപ്പോ നമ്മുടെ VKC ടൈപ്പ് ഒന്നും ഇട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ലെഹങ്കയുടെ ഒപ്പം ഇട്ട് നടക്കരുത്, കാരണം അതൊക്കെ ഭയങ്കര ബോറായിരിക്കും കേട്ടോ. ശരിക്കും ഏറ്റവും നല്ലത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് കണ്ടില്ലേ, സീരിയൽസിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ അതിൽ ഇൻസ്പയർ ആയത് കേട്ടോ. രാജസ്ഥാനി ജൂത്തീസ് എന്ന് പറയും, ജൂത്തീസ് എന്നാണ് പറയുക. അതായത് ഒരു ഷൂ മോഡൽ ചെരുപ്പുകൾ, നല്ല പ്രിന്റ് ഒക്കെ ആയിട്ട് നല്ല ഗുങ്കുരു ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഷൂ മോഡല്, അത് ലെഹങ്കയ്ക്ക് നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഉള്ളത് സാധാ നോർമൽ ഹീൽസ് ഉണ്ടല്ലോ, ബ്ലാക്ക് റെഡ് അങ്ങനത്തെ ഹീൽസ് ഒക്കെ നല്ല രസം ഉണ്ടാവും. ഇതൊക്കെയാണ് ലെഹങ്കയ്ക്ക് മാച്ച് ആവുന്ന ടൈപ്പ് ഫുഡ് വിയേഴ്സ് കേട്ടോ. നെക്സ്റ്റ് ആണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, നിങ്ങൾ ലെഹങ്കയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും 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 മറക്കാണ്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ക്യാൻ സ്കേർട്ട് കേട്ടോ. ക്യാൻ സ്കേർട്ട് നമ്മൾ സാധാരണ ലെഹങ്കയുടെ അടിയിൽ ക്യാൻ സ്കേർട്ട് ഇടാണ്ട് വെറുതെ അണ്ടർ സ്കേർട്ട് അടിപ്പാവട മാത്രം ഇട്ടെങ്കിൽ നമ്മുടെ ലെഹങ്കയ്ക്ക് അത്ര ഭംഗിയില്ല. അത് മാത്രമേ നമ്മളോടൊപ്പം പതഞ്ഞ പോലെ ഒരു ഫീല് ലെഹങ്കയ്ക്ക് ഫീൽ ചെയ്യൂ കേട്ടോ. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഒരു ക്യാൻ ഒന്നെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് ആമസോണിന്നോ ഫ്ലിപ്പിന്നോ അങ്ങനെ എവിടുന്നെങ്കിലും ഒക്കെ ഒന്ന് ഓർഡർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ ചുരിദാർ മെറ്റീരിയൽസും സ്കേർട്ട് മെറ്റീരിയൽസും ഒക്കെ കിട്ടുന്ന കടയിൽ പോയിട്ട് ക്യാൻ തുണി തരാൻ പറയുക. അപ്പോൾ ഓൾറെഡി യൂട്യൂബ്സിൽ കുറെ വീഡിയോ ഉണ്ട്, യൂട്യൂബിലൊക്കെ
അതിലൊക്കെ നോക്കുക എത്ര മീറ്റർ തുണി വേണമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. കൂടി വന്നൊരു 3 മീറ്ററേ വേണ്ടി വരുള്ളൂ. അതെടുക്കുക. എന്നിട്ട് നിങ്ങളൊരു അടുത്തുള്ളൊരു തയ്ക്കുന്ന ആളുടെ അടുത്ത് കൊണ്ട് കൊടുക്കുക. അവര് നല്ല പെർഫെക്റ്റ് ആയിട്ട് കാൻകാൻ സ്കേർട്ട് തയ്ച്ചു തരും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഇതിപ്പോ ആമസോണിലോ ഫ്ലിപ്പിലോ അങ്ങനെ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നെക്സ്റ്റ് ആണ് ഹെയർ സ്റ്റൈൽ. ഹെയർ സ്റ്റൈൽ എപ്പോഴും ലെഹങ്കയ്ക്ക് പുട്ടപ്പായിരിക്കും ഇവിടെ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ അമ്മക്കെട്ട് എന്നൊക്കെ പറയില്ലേ, അതേപോലെ വളരെ സ്ലീക്ക് ആയിട്ട് ഇരി, നന്നായി പതഞ്ഞിരി ഇങ്ങനെ ഇവിടെ കൊണ്ട് അമ്മക്കെട്ട് വെക്കുന്ന അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ലെഹങ്കയ്ക്ക് ദി ബെസ്റ്റ് ഹെയർ സ്റ്റൈൽ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ കുറെ പിരിച്ചോ അതിനെ പഫ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ അമ്മക്കെട്ട് കെട്ടിയാൽ ലെഹങ്കയ്ക്ക് നല്ല ഭംഗിയാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ 2 റോസാപ്പൂവോ അല്ലെങ്കിൽ ഒരു കുറച്ച് മുല്ലപ്പൂവോ ഇങ്ങനെ ചുറ്റി വെച്ച നല്ല ഭംഗിയാണ് കാണാനുണ്ടാവുക. അതേപോലെ തന്നെ ഭംഗിയുള്ള വേറൊരു ഹെയർ സ്റ്റൈലാണ് ലെഹങ്കയ്ക്ക് കേളി ഹെയർ സ്റ്റൈൽ കേട്ടോ. ഇങ്ങനെ പഫ് കൊണ്ടുവന്ന് ഇങ്ങനെ ബാക്ക് ഫുള്ള് ഇങ്ങനെ കേളി 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 ഇങ്ങനെ ചുരുട്ടിയിട്ട നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ വേറെ ഭംഗിയുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് സ്ട്രെയിറ്റ് ആയിട്ട് വെറുതെ മുടി അഴിച്ചിടാണ്ട് ജസ്റ്റ് ഒന്ന് മെടഞ്ഞിടുക, പിന്നിടുക കേട്ടോ. ഇങ്ങനെ നല്ല വോളിയത്തിൽ പിന്നിടുക. അങ്ങനെ ചെയ്താൽ ലെഹങ്കയ്ക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ലെഹങ്കയ്ക്ക് ഒട്ടും ചേരാത്ത ഹെയർ സ്റ്റൈലാണ് ഫ്രീ ഹെയർ സ്റ്റൈൽ. പിന്നെ ഷോർട്ട് ഹെയർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ മുടി വെറുതെ അയച്ചിടാം. നിങ്ങൾ ലോങ് ഹെയർ ഒക്കെ എന്നെ പോലെ അത്യാവശ്യം ലോങ് ഹെയർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾ മുടി ഇടരുത്. ലെഹങ്ക ഇടുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അത് കെട്ടിവെക്കുന്നതാണ് ഏറ്റവും ഭംഗി കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഫ്രീ ഹെയർ ചൂസ് ചെയ്യരുത്. ഭയങ്കര ബോർ ഏർപ്പാടായിരിക്കും അത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ലെഹങ്ക മിസ്റ്റേക്സ്. ലെഹങ്ക ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ടിപ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ.